നമസ്കാരം. ഈ CM-ന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. ഒരു വെഹിക്കിൾ മോഡിഫിക്കേഷൻ തൊട്ട് വൈറലായ പൂക്കി CM-ന് ഇപ്പോൾ നിലം തൊടാൻ പറ്റാത്ത അവസ്ഥയാണ്. പറഞ്ഞത് കള്ളമായി പോയതാണോ, മനസ്സറിഞ്ഞ് കള്ളം പറഞ്ഞതാണോ എന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയാണ് മലയാളീസിന്. മുഖ്യമന്ത്രിയുടെ പുതിയ പ്രസ്താവനയാണ് ഇപ്പോൾ ചൂടുള്ള വാർത്ത. ഷിപ്പ് ബിൽഡിംഗ് യൂണിറ്റ് തുടങ്ങാൻ ടാറ്റ എത്തുകയാണ് കേരളത്തിലേക്ക്. ടാറ്റ പോലും ആലോചിച്ചിട്ടില്ലാത്ത ഷിപ്പ് ബിൽഡിംഗ് പ്രോജക്ടിന് ഭൂമി നൽകാൻ പോകുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം. വീട്ടിൽ പോയി പറയടാ എന്ന ശൈലി മാറി ഇപ്പോൾ ഇങ്ങോട്ട് എന്തു വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ പറയാം, നീ ചോദിച്ചിട്ട് പോയാ മതി എന്ന ശൈലിയാണ് മുഖ്യമന്ത്രിക്ക്. എന്ത് ചോദ്യത്തിനും ഉത്തരമുണ്ട് എന്നതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. പക്ഷെ ഇങ്ങനെ നാക്കുളുക്കൽ പുള്ളി പ്രതീക്ഷിച്ചു കാണില്ല. സതീശന്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ ശൈലി ഇതാണ്. എന്തു പറഞ്ഞാലും വളരെ കൺവിൻസിംഗ് ആയി പറയുക. സതീശൻ സാറ് പറഞ്ഞെന്ന് കാട് കയറി പോയിരുന്നെങ്കിൽ ടാറ്റ ചിലപ്പോൾ അത് ഞങ്ങൾ വാക്കു കൊടുത്തിരുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞു പോലും പോയേനെ. അതാണ് ദൃശ്യ മോഡൽ കൺവിൻസിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. സംസ്ഥാനത്ത് നിർമ്മാണ സംരംഭത്തിൽ 10,000 കോടി രൂപ നിക്ഷേപിക്കാൻ ടാറ്റ ഗ്രൂപ്പ് പദ്ധതി ഇടുന്നതായും ഇതുമായി ബന്ധപ്പെട്ട് അനുമതിക്കായി ടാറ്റ ഗ്രൂപ്പ് അപേക്ഷ നൽകിയെന്നായിരുന്നു ബ്ലൂംബർഗ് നൽകിയ അഭിമുഖത്തിൽ VD സതീശൻ പറഞ്ഞത്. 10,000 crores investment for shipbuilding. Many other companies are coming. ഞാനാ എപ്പോ എന്നാണ് ടാറ്റ ഗ്രൂപ്പ് ചോദിക്കുന്നത്. എന്നാൽ ദക്ഷിണേന്ത്യയിലോ മറ്റെവിടെയെങ്കിലുമോ ഇങ്ങനൊരു പദ്ധതി ആലോചനയിലേ ഇല്ലെന്ന് ടാറ്റ ഗ്രൂപ്പ് വക്താവ് വ്യക്തമാക്കിയതായാണ് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. ഇത്തരമൊരു പദ്ധതിയെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ല എന്നാണ് ടാറ്റ ഗ്രൂപ്പിന്റെ വിശദീകരണം. മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞതെന്നറിയില്ല. അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യമാണോ ഇതെന്ന് സംശയമുണ്ടെന്നാണ് അവർ വ്യക്തമാക്കിയത്. പുള്ളിയുടെ ഈ പറച്ചിൽ കേട്ട് ഈ ദക്ഷിണേന്ത്യയിൽ തന്നെ ഇനിയൊരു പ്ലാൻ ഇല്ല എന്ന് പറഞ്ഞ് ടാറ്റ ഗ്രൂപ്പുകാർ പോയ വഴിക്ക് ഗ്രാസ് പോലും മുളച്ചില്ല. ഒരു മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ പരസ്യമായി തള്ളിപ്പറയേണ്ട സാഹചര്യം ടാറ്റയുടെ ചരിത്രത്തിൽ ഇതാദ്യമായിരിക്കും. ഈ നിക്ഷേപ വാർത്ത കേരളത്തിന് അവമതിപ്പുണ്ടാക്കി എന്നൊക്കെയാണ് മുൻ വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞത്. VD സതീശന്റെ പോർട്ട് അധിഷ്ഠിത വികസനം നടക്കാൻ പോകുന്നില്ല എന്ന് CPIM നേതാവ് തോമസ് ഐസക്കും പറഞ്ഞു. മിഷൻ സമുദ്രയ്ക്ക് ക്രെഡിബിലിറ്റി കിട്ടാൻ സതീശൻ പറഞ്ഞ നമ്പറാണ് ടാറ്റയുടെ നിക്ഷേപം. അതൊക്കെ പോട്ടെ, ഇതിനിടയിലെ മിഷൻ സമുദ്രയിലെ കാര്യങ്ങൾ LDF സർക്കാരിന്റെ പദ്ധതിയിൽ ഉള്ളതാണെന്നും എങ്ങനെ എല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കാൻ കഴിയുന്നുവെന്നുമൊക്കെ തോമസ് ഐസക്ക് ചോദിക്കുന്നുണ്ട്. ടാറ്റയ്ക്ക് എങ്ങനെ ഒരു പദ്ധതി കേരളത്തിലില്ല. പിണറായി സർക്കാരിന്റെ കാലത്ത് ടാറ്റയുമായി ചർച്ചകൾ നടന്നിരുന്നു എന്ന് വരെ ഇടത്തു നിന്ന് തള്ളലുകൾ വേറെയും വന്നു. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? കാര്യങ്ങൾ പഠിച്ചു പറയുന്ന VD സതീശൻ വെറും വ്യക്തിയല്ലല്ലോ, മുഖ്യമന്ത്രിയല്ലേ. ഒന്ന് ശരിക്കും ആലോചിച്ചിട്ട് വേണ്ടേ ഇങ്ങനെയൊക്കെ പറയാൻ? അല്ലെങ്കിൽ ഇനി 4 പാടകുന്ന വേറെയും തള്ളലുകൾ ഇനിയും നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പൊ പിന്നെ മുഖ്യമന്ത്രിയുടെ കിളി ഇനിയും ടാറ്റ പറഞ്ഞു പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞാൻ പോകുന്നു. ബൈ.